ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോയ ട്രിപ്പിൻ്റെ ഒരു ഷോർട്ട് വ്ലോഗാണ്. നമ്മൾ ഗേൾസ് എല്ലാവരും പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് നടത്തിയൊരു ട്രിപ്പാണിത്. കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ടും പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചൊരു ട്രിപ്പാണിത്. അപ്പോൾ വൺ ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിനി വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ ചാനലിലെ സെക്കൻഡ് വ്ലോഗാണ്. അപ്പോൾ ഡു സപ്പോർട്ട്. നമ്മൾ പോകുന്ന രാവിലെ 6 മണിക്കാണ് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വിത്തിൻ അവേഴ്സ് എത്രയാണെന്ന് ഓർക്കണില്ല, നമ്മുടെ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല വ്യൂ ആയിരുന്നു. നമ്മുടെ പോകുന്ന വഴിയിൽ സൈഡിൽ ഫുള്ള് പാടങ്ങൾ അല്ലെങ്കിൽ പച്ചപ്പ് ഫുള്ള് അങ്ങനെയായിരുന്നു. കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു നല്ലൊരു കട കണ്ടിട്ട് അവിടെ ഫുഡ് കഴിക്കാനായിട്ടാണ് കയറിയത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ മേടിച്ചത് ഒരു ഊത്തപ്പം, അങ്ങനെ ഒരു ഇതായിരുന്നു. അത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കഴിച്ചുമില്ല. അതിനകത്ത് വെജിറ്റബിൾസ് ഇട്ടതൊന്നും വെന്തിട്ടുമില്ല, കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ ഇതായി. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ചുരം എത്തിയായിരുന്നു. ചുരം എത്തിയപ്പോൾ അത്രയും നേരം ചൂടായിരുന്നെങ്കിൽ ആ ചുരം എത്തിയപ്പോൾ ഒരു നല്ലൊരു കൂളിങ് കിട്ടിയായിരുന്നു കേട്ടോ. ഓരോ വഴിയിൽ അല്ലെങ്കിൽ ഒരു ഏരിയ എത്തുമ്പോൾ അവിടെ ഉള്ള മൃഗത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പക്ഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബോർഡുള്ളത് കൊണ്ട് തന്നെ നമ്മളവിടെ നോക്കാറുണ്ട് എന്തെങ്കിലും അങ്ങനത്തെ ജീവികൾ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ കണ്ടതാണ് സിംഹവാലക്കുരങ്ങിന്. അതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. കണ്ടോടെ നിന്നപ്പോൾ അങ്ങനെ നോക്കി നിന്ന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അത് കഴിഞ്ഞ് വേറെ അതേപോലത്തെ പക്ഷികൾ അങ്ങനെ കുറേയൊക്കെ കണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക്. പിന്നെ ഈ മല എത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു വ്യൂ, ആ ഫോഗ് നിൽക്കണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനിയുള്ള വ്യൂസ് ഫുള്ളും ആ ചുരത്തിൻ്റെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെല്ലിയാമ്പതി എത്തിയിട്ട് അവിടെയുള്ള സ്പോട്ടിൻ്റെ വേറെ വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാം. നെല്ലിയാമ്പതിയിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് പോയ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാരക്കുണ്ട് വ്യൂ പോയിൻ്റാണ്. അവിടെയാണ് നമ്മൾ ആദ്യം പോയത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരോ വഴിയിൽ കണ്ടില്ല. പിന്നെ അവിടെ ചെന്നതിന് ശേഷം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവായിരുന്നു, ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വ്യൂ പോയിൻ്റ് എല്ലാം നല്ലതായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ആൾക്കാരുടെയൊക്കെ കൂടുതലുണ്ടായിരുന്നു, കുരങ്ങളായിരുന്നു, നിറയെ കുരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരെ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യമൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അവിടെ ചുറ്റുപറ്റി കുറേ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് ഒരു ട്രീ ഹൗസ് ഉണ്ടായിരുന്നു, അതിനകത്ത് കയറി. പിന്നെ ഇങ്ങനെ ഒരു ബാമ്പൂവിൻ്റെ അവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വെജിറ്റബിൾസ്, സ്ട്രോബെറീസ് അതിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഓറഞ്ച് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറി ഉണ്ടായിരുന്നു, അവിടെയും പോയി. എന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയത് വലിയ കഷ്ടമായിപ്പോയി. അവിടെ ഫുഡ് കഴിക്കാനായിട്ടൊരു നല്ല സ്പോട്ട് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കയറിയത് എന്തായാലും മോശമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണത് കേശവംപാറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റിലേക്കാണ്. അപ്പോൾ ഇത് പോണത് ഇങ്ങനെ ഒരു കാട് അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഉച്ചയ്ക്കാണ് പോയത്, നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ വ്യൂ നന്നായിരുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിവിടെ കാണിക്കാം. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ ബെസ്റ്റാണ് പ്ലേസ്. പിന്നെ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോത്തുണ്ടി ഡാമിലേക്കാണ്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ വ്യൂസൊന്നും കാര്യങ്ങളും നമ്മളങ്ങോട്ട് ഇറങ്ങുകയൊന്നും ചെയ്തില്ല, ജസ്റ്റ് കണ്ടു പിന്നെ പോന്നു. പിന്നെ നെല്ലിയാമ്പതി ഫുള്ള് ഇത്രയാണ് നമ്മൾ പോയത്. നമുക്ക് ഇതുണ്ടായിരുന്നില്ല, ട്രക്കിങ് ഉണ്ടായിരുന്നില്ല, അത് സീസൺ അല്ലായതുകൊണ്ട് തന്നെ അവർ സമ്മതിച്ചില്ല. അപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ വിഷമം തീർക്കാനായിട്ട് നമ്മൾ ഹയാക്കിങ്ങിന് തൃശ്ശൂർ വന്നതിന് ശേഷം പോയതാണ് ഹയാക്കിങ്ങിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി അടിച്ച് പൊളിച്ചു. അങ്ങനെ നെല്ലിയാമ്പതി ഫുള്ള് വ്ലോഗ് കഴിഞ്ഞു. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും പോയി. ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ ശുഭം. മിനി വ്ലോഗ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.